നമസ്കാരം, ഞാൻ അജയ് ശങ്കർ. ഇന്ന് നമ്മുടെ ഇടയിൽ വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ആയുർവേദത്തിൽ ഇതിനെ കമ്പവാതം എന്നാണ് അറിയപ്പെടുന്നത്. തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിലെ കോശങ്ങൾ ക്രമേണ ഇല്ലാതാവുന്ന അവസ്ഥയാണ് പാർക്കിൻസൺസ് ഡിസീസ്. ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയേറെ പുരോഗതി കൈവരിച്ച ഈ വേളയിലും പാർക്കിൻസൺസ് ഡിസീസ് പോലുള്ള തലച്ചോർ സംബന്ധമായ രോഗങ്ങൾക്ക് ഇന്നും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ നമുക്കായിട്ടില്ല. എന്നാൽ ആയുർവേദത്തിൽ പാർക്കിൻസൺസ് പോലുള്ള രോഗങ്ങൾക്ക് കൃത്യമായ ചികിത്സാ വിധികൾ 5000 വർഷം പഴക്കമുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി തന്നെ എഴുതി ചേർത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് പാർക്കിൻസൺസ് രോഗത്തെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ, അവയുടെ ലക്ഷണങ്ങൾ, ആയുർവേദത്തിൽ പാർക്കിൻസൺസ് രോഗത്തിനുള്ള ചികിത്സാവിധികൾ എന്തെല്ലാമാണെന്നുമെല്ലാം നമുക്കായി പറഞ്ഞു തരുന്നത് ഡോക്ടർ കെ വി വിജയൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് മെഡിക്കൽ സയൻസിലെ ഡോക്ടർ കെ വി വിജിത്ത് സാറാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ വിജിത്ത്, പാലക്കാട് ജില്ലയിലെ മേഴത്തൂരിലുള്ള ഡോക്ടർ കെ വി വിജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമാണ്. ലോക ജനസംഖ്യയിൽ ഏകദേശം 1 കോടിയോളം ജനങ്ങൾക്ക് ബാധിച്ച രോഗമാണ് പാർക്കിൻസൺസ് രോഗം. ആ രോഗത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ആയുർവേദ എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. എന്താണ് പാർക്കിൻസൺസ് രോഗം? പാർക്കിൻസൺസ് രോഗം ഒരു മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള രോഗമാണ്. നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രോഗമാണ് പാർക്കിൻസൺസ് രോഗം. നമ്മുടെ തലച്ചോറിലെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഭാഗത്തെ കോശങ്ങൾ ക്രമേണ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ, പ്രധാനമായിട്ടും രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കൈകൾക്കോ കാലുകൾക്കോ ശരീരം മുഴുവനായിട്ടോ തലയ്ക്കോ ഉണ്ടാകുന്ന വിറയലാണ്. രണ്ടാമത്തെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നടക്കാനുള്ള ബുദ്ധിമുട്ട്. ഈ നടക്കാനുള്ള ബുദ്ധിമുട്ട് പ്രധാനമായിട്ടും നമ്മുടെ പേശികളുടെ സ്റ്റിഫ്നെസ്സും റിജിഡിറ്റിയും ദൃഢമായിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നത്. സാധാരണയായി 60 വയസ്സിന് മുകളിൽ, അതായത് വാർദ്ധക്യ സഹജമായിട്ടുള്ള ഒരു രോഗമായിട്ടാണ് പാർക്കിൻസൺസ് രോഗത്തെ വിലയിരുത്തുന്നത്. പക്ഷേ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ ഒരു 30, 40, 50 വയസ്സുള്ള ധാരാളം ആൾക്കാർക്ക് ഈ അസുഖം ഇന്ന് പിടിപെടുന്നുണ്ട്. കഴിഞ്ഞ 4-5 വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം 2000-ലധികം പല രീതിയിലുള്ള പാർക്കിൻസൺസ് രോഗികളെ ചികിത്സിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ അനുഭവ സമ്പത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, പാർക്കിൻസൺസ് രോഗം മിസ്ലീഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഈ പാർക്കിൻസൺസ് രോഗത്തെ ഒരു സോഷ്യോ ഇക്കണോമിക് ഡിസാസ്റ്റർ എന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. കാരണം നമുക്ക് സോഷ്യോ എക്കണോമിക് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിന് ഇന്ന് വരെ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സാ രീതി ആധുനിക വൈദ്യശാസ്ത്രത്തിലോ മറ്റ് വൈദ്യശാസ്ത്രങ്ങളിലോ പറയുന്നില്ല, പരിപൂർണമായിട്ടുള്ള ഒരു ഫലപ്രാപ്തി. അതുകൊണ്ടാണ് ഒരു സോഷ്യോ ഇക്കണോമിക് ഡിസാസ്റ്റർ എന്ന് ഇതിനെ പറയുന്നത്. പാരമ്പര്യമായ ഘടകങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ തലയ്ക്ക് ഏൽക്കുന്ന ക്ഷതങ്ങൾ, ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏൽക്കുന്ന ക്ഷതങ്ങൾ, ദീർഘകാലം ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സ്, കെമിക്കൽസുമായിട്ടും ഫെർട്ടിലൈസേഴ്സുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ്, ഇതെല്ലാം ഈ അസുഖത്തിന് കാരണമാവാറുണ്ട്. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും കൈകളിലും കാലുകളിലും ഉണ്ടാവുന്ന വിറയൽ, ഇതാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ പ്രൈമറി സിംറ്റം എന്ന് പറയുന്നത്. പാർക്കിൻസൺസ് രോഗമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നതിനായിട്ട് 3 പ്രധാന ലക്ഷണങ്ങളാണ് പറയുന്നത്. അതിലാദ്യത്തെ കൈകൾക്കോ കാലുകൾക്കോ ശരീരത്തിലോ ഉണ്ടാകുന്ന വിറയലാണ്. രണ്ടാമത്തെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നടക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. പേശികളുടെ ദൃഢത മൂലം നടത്തം വളരെ പതുക്കെയാവുന്ന ഒരവസ്ഥയിലേക്ക് ഈ രോഗി എത്തുന്നു. മൂന്നാമത്തെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഈ യഥാർത്ഥ ഒരു പാർക്കിൻസൺസ് രോഗിക്ക് ശരിയായി നിവർന്നു നിൽക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ഷോൾഡർ ഭാഗം മുന്നിലോട്ട് കുനിഞ്ഞ് കാൽമുട്ടുകൾ മുഴുവനായി നിവർത്താൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും ഈ പാർക്കിൻസൺസ് രോഗി നിൽക്കുകയോ നടക്കുകയോ ചെയ്യുക. ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു. ഇതിനോടനുബന്ധമായിട്ട് തന്നെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, നടക്കുമ്പോൾ ശരീരത്തിന് നമുക്ക് ബാലൻസ് കിട്ടാതെ വരിക, ചിലർക്ക് ഇടത് ഭാഗം, ചിലർക്ക് വലത് ഭാഗം, ചിലർക്ക് മുന്നോട്ട്, പല രീതിയിലാണ് ശരീരത്തിന് ഇംബാലൻസ് വരുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഡിസ്ഫാജിയ എന്ന് പറയുന്ന, ഭക്ഷണം ഇറക്കുന്ന സമയത്ത് നമുക്ക് തൊണ്ടയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ മസിൽ ക്രാംസ്, ഷർട്ടിൻ്റെ ചെറിയ ജോലികൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. ഉദാഹരണത്തിന് നമ്മുടെ പേരെഴുതുകയോ
ഒപ്പിടുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഷർട്ടിൻ്റെ ബട്ടൺ ഇടുക പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ശോധന, വയറ്റിന്ന് നമുക്ക് ശോധന വളരെ കുറവായിട്ട് വരുന്നൊരവസ്ഥ, വിശപ്പ് അധികമായിരിക്കുന്നൊരവസ്ഥ, യൂറിനറി ഇൻകോണ്ടിനൻസ്, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും കുറച്ചും കൂടെ മൂത്രം ഒഴിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ, രാത്രി ഉറക്കമില്ലാതിരിക്കുന്നൊരവസ്ഥ, ഉറക്കത്തിൽ പേടി സ്വപ്നങ്ങൾ കാണുക, ഞെട്ടി ഉണരുക, നിലവിളിക്കുക, പല്ല് കടിക്കുക പോലെയുള്ള അവസ്ഥ, അമിതമായിട്ടുള്ള ടെൻഷൻ, ആങ്സൈറ്റി, ഇമോഷൻസ്, വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമം വരിക, കരയുക, ഇതെല്ലാം ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയ അപചയം, യഥാർത്ഥത്തിലുള്ള നമ്മളിപ്പോൾ നോക്കിക്കാണുകയാണ്, അദ്ദേഹത്തിന് യഥാർത്ഥത്തിലുള്ള കാര്യം കാണാൻ സാധിക്കാതിരിക്കുക, അല്ലെങ്കിൽ കണ്ടത് തെറ്റായി പറയുക, ഇല്ലാത്ത ശബ്ദം കേൾക്കുക, ഇല്ലാത്ത രുചി അറിയുക, അത്തരം നമ്മുടെ പഞ്ചേന്ദ്രിയാപചയങ്ങൾ കൂടെ ഈ പറയുന്ന പാർക്കിൻസൺ രോഗത്തിൽ കാണാറുണ്ട്. നമ്മുടെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് പ്രധാനമായിട്ടും 2 ഫങ്ഷൻസാണുള്ളത്. ഒന്ന് മോട്ടോർ ഫങ്ഷനും ഒന്ന് സെൻസറി ഫങ്ഷൻസും. ഈ മോട്ടോർ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏതൊരു ചലനത്തെയും മോട്ടോർ ഫങ്ഷനായിട്ട് വേണം നമുക്ക് വിലയിരുത്തുന്നതിനായിട്ട്. മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെടുക്കുന്ന ഓരോ കാര്യങ്ങൾ, അതെല്ലാം സെൻസറിയിലാണ് വരുന്നത്. ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഭാഗം ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു പ്രൊഡ്യൂസ് ചെയ്ത് അത് ബാസൽ ഗാംഗ്ലിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഈ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഭാഗം കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന രാസവസ്തു വളരെ അത്യാവശ്യമായിട്ടുണ്ട്. സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഭാഗത്തെ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ട് ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഭാഗം കൃത്യമായി പ്രവർത്തിക്കുന്ന ആവശ്യമായിട്ടുള്ള ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആവാതെ വരികയും അതിൻ്റെ ഫലമായിട്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവതാളത്തിലാവുകയും അല്ലെങ്കിൽ കൃത്യമായി നടക്കാതെ വരികയും ചെയ്യും. ഇതാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ആയുർവേദത്തിൽ പാർക്കിൻസൺസ് രോഗം എങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ബസവരാജീയം എന്ന ഗ്രന്ഥത്തിൽ കമ്പവാതം എന്ന രോഗത്തെക്കുറിച്ചും ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ആ രോഗത്തിനുള്ള ചികിത്സയെക്കുറിച്ചും വളരെ വിശദമായി ആചാര്യൻ പ്രതിപാദിച്ചിട്ടുണ്ട്. കരപാത തലേ കമ്പി ദേഹഭ്രമണ ദുഃഖിതേ നിദ്രാഭംഗോ മതിക്ഷീണ കമ്പവാദസ്യ ലക്ഷണം. ഇതെല്ലാമാണ് കമ്പവാദത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് ബസവരാജീയം എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. വൈദ്യശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചെങ്കിലും MRIയും CT സ്കാൻ പോലെയുള്ള പല ആധുനിക ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണെങ്കിലും പാർക്കിൻസൺസ് രോഗം പോലെയുള്ള മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള ഒരു രോഗം കണ്ടുപിടിക്കാൻ ഇന്നും നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും അവൈലബിൾ അല്ല. തീർച്ചയായിട്ടും ഡോക്ടർ രോഗിയോട് കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിഞ്ഞ് യഥാർത്ഥ കാരണം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ചികിത്സ നിശ്ചയിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതി. പലപ്പോഴും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളും പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്ന ഒരു പേരിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ശരിക്കും യഥാർത്ഥ പാർക്കിൻസൺസ് രോഗം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ 3 ലക്ഷണങ്ങൾ ഒരു രോഗിയിൽ കാണുകയാണെങ്കിൽ മാത്രമാണ് അതൊരു യഥാർത്ഥ പാർക്കിൻസൺസ് രോഗമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം പാർക്കിൻസോണിസം അല്ലെങ്കിൽ പാർക്കിൻസൺ സിൻഡ്രോം, പ്രോഗ്രസീവ് സുപ്രാന്യൂക്ലിയർ പാൽസി, പ്രോഗ്രസീവ് ബൾബാർ പാൽസി, സെറിബ്രൽ അറ്റാക്സിയ, സെറബല്ലർ അറ്റാക്സിയ പോലുള്ള പലവിധ രോഗങ്ങളായിട്ട് അത് കൃത്യമായി നമ്മൾ രോഗിയോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഏതാണ് കൃത്യമായിട്ട് ഡയഗ്നോസിസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ആയുർവേദ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ ഈ രോഗനിർണയം ചെയ്ത് ചികിത്സ കൃത്യമായി തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പരിപൂർണമായിട്ടും അതിൻ്റെ ഫെർദർ ഡീജനറേഷൻ, പിന്നീട് രോഗം മോശമാവുന്ന അവസ്ഥ നമുക്ക് ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും ആയുർവേദ ചികിത്സ കൊണ്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ആ രോഗിയുടെ ഡെയിലി ആക്ടിവിറ്റീസ്, ഇപ്പോൾ അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിറയൽ, ഇങ്ങനത്തെ ലക്ഷണങ്ങളെല്ലാം ക്രമേണ കുറച്ചു കൊണ്ടുവരാൻ കൃത്യമായിട്ടുള്ള ഔഷധ സേവ കൊണ്ടും ആയുർവേദ ചികിത്സകൾ കൊണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട്. കൃത്യമായ ഔഷധ സേവയോടൊപ്പം രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് വർഷത്തിൽ 1-2 പ്രാവശ്യം പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നത് ഈ രോഗം മൂർച്ഛിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയോടൊപ്പം സംയോജിതമായി ഫിസിയോതെറാപ്പി, സൈക്കോളജി കൗൺസിലിംഗ്, സ്പീച്ച് തെറാപ്പി, യോഗ,
പോലുള്ള അലൈഡ് മെഡിക്കൽ പ്രാക്ടീസസും കൂടെ നമുക്ക് ഒരു രോഗിക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3 കാര്യങ്ങൾ നമുക്ക് ആ രോഗിക്ക് ഉറപ്പ് കൊടുക്കാൻ സാധിക്കും. ഒന്ന്, ഏത് അവസ്ഥയിൽ, ഏത് പ്രായത്തിലും ഏത് ലക്ഷണങ്ങളാണെങ്കിലും പിന്നീട് ആ ലക്ഷണങ്ങൾ കൂടാതിരിക്കാനുള്ള അവസ്ഥയിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ആ രോഗിനെ എത്തിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നടക്കുമ്പോണ്ടാവുന്ന ബുദ്ധിമുട്ട്, വിറയൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ക്രമേണ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. മൂന്നാമത് തീർച്ചയായിട്ടും ലോഞ്ചിവിറ്റി, ആ രോഗിയുടെ ആയുസ്, ഈ ഒരു അസുഖം കൊണ്ടുണ്ടാവുന്ന ആയുസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു റിസ്ക് ഫാക്ടർ കുറച്ച് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നമ്മൾക്ക് സാധിക്കും. പാർക്കിൻസൺസ് രോഗം പോലെയുള്ള മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള ഏത് രോഗങ്ങളും എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് വിദഗ്ധ ചികിത്സ നൽകുന്നത് വളരെ ഫലപ്രദമാണ്. ആയുർവേദം പോലെയുള്ള അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകളും ആയുർവേദ ചികിത്സകളും ആദ്യകാലത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അസുഖം ഒട്ടും അധികമാവാതെ രോഗിക്ക് അവരുടെ ജോലികളും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. താങ്ക് യു.